സൂര്യ കൊമറിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കോതമംഗലത്തെ മാർ ബസിലേസ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല. ചോക്ലേറ്റ് പോലെ മധുരമായ ഒരു സിനിമയാണ്. അതിലെ ക്ലൈമാക്സ് സീനുണ്ട്. പൃഥ്വിരാജ് റോമ എടുത്ത് സ്റ്റേജിൽ വന്ന് പറയുന്ന ഒരു ഡയലോഗ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഡയലോഗാണ്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ പോകണം. അവരതെങ്ങനെ കൈകാര്യം ചെയ്യും നമുക്ക് നോക്കാം. എന്താ പേര്? പാട്ട് പാടുമോ? പാട്ട് വേണ്ടാത്ത സ്ഥിതിക്ക് ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. 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 ഇതൊക്കെ എന്ത്? മൊത്തം കൺഫ്യൂഷൻ ആയില്ല. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്രെഡ് അല്ലേ? പലഹാരം വേണോ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവല്ലേ? എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുമെന്നോ? അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീണ അതിന് മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവൂടി ചന്ദ്രികയെ. അതിപ്പോ ചാവാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. ചാവുന്നതിനാണോ ചിരിക്കുന്നത്? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. പറയടി ചന്ദ്രികയെ, നിനക്ക് ജീവിക്കണോ അതോ ചാവണോ? കർട്ടനിട്ട കർട്ടനിട്ട ചവിട്ടി ഞാൻ. ഇവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഇവളെ കൊണ്ട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവളെ സ്നേഹിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും? എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താനാരാണെന്ന്. ഇവളെ കൊണ്ട് പറയാൻ പറ്റുമോ ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്? അല്ലെ ഇവക്ക് എന്നെ ഉപേക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും? അങ്ങനല്ലല്ലോ കഥ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് എത്ര തവണ വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. കാനനച്ചായയിൽ ആട് വെക്കാൻ ഞാൻ കൊണ്ടുപോവാ ചന്ദ്രികേനെ. എപ്പം വരും തിരിച്ച്? എപ്പോഴാ? സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സാരില്ല, ഇനി ഒരിക്കലാവാ. എന്താ പേര്? ഡെസിയ. എവിടെ? തൊടുപുഴ. ഏത് ഇയറാണ്? ഫോർത്ത് ഇയർ. അപ്പൊ തുടങ്ങാം. റെഡി, ആക്ഷൻ. ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ. ബാക്കി പോയി. എന്റെ ദൈവമേ, വെളുക്കാത്തത് പാണ്ടായല്ലോ. നീ എന്നതാടി വിചാരിച്ചേ? നീ ഒരു ഗുഡ് ബൈയും പറഞ്ഞ നീ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാ, എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പോയി കഴിഞ്ഞാ ഞാൻ കെട്ടി തൂങ്ങി കിടന്ന് ആടുമെന്നോ? അത് പണ്ട്. ഇപ്പോൾ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാകും. ചാകാനാണേലും ഒരുമിച്ച്, ജീവിക്കാനാണേലും എവിടെ? ജീവിക്കാനാണേലും പറയടി ചന്ദ്രികെ, നിനക്ക് ജീവിക്കണോ അതോ ചാവണോ? കത്തിലിട്ടാ ഞാൻ ചവിട്ടും ഞാൻ. പറയടി ചന്ദ്രികെ, കത്തിലിട്ട ചവിട്ടും ഞാൻ. ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഇവൾ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയണം ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് എത്ര വട്ടം മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. അറിഞ്ഞോണ്ടാണോ തെറ്റ് ചെയ്തത്? അല്ല, പറയല്ലേ. നീ ഒന്നും പറയണ്ട. നീയാണ് ആദ്യം ടെമ്പർ കയറ്റിയത്. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന് പ്രേമിച്ച പെണ്ണിനെ സഹോദരിയെ കാണാൻ എനിക്ക് സൗകര്യമില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എടി ചന്ദ്രിക, കാനനച്ചായയിൽ ആടി വെക്കാൻ നിന്നെ കൊണ്ടുപോവാ. എനിക്കെല്ലാമായി തൃപ്തിയായി. എന്താ പേര്? സ്മിത. എവിടെയാണ്? പാലക്കാട്. ഇവിടെ ഏത് ഇയറായി?
സെക്കൻഡ് ഇയർ. എന്നാൽ നല്ലൊരു പാട്ടം കൊടുക്കും. പാട്ടുകൾ അറിയില്ല. എന്നാൽ പെട്ടെന്ന് അഭിനയിച്ചു. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ അറിയില്ലേ? ഇതൊന്നും ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികേ, നീ എന്താടി വിചാരിച്ചേ? നീ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയി കഴിഞ്ഞാ ഞാനങ്ങ് കയറിൽ കിടന്ന് ആടുവന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്ററ്റത്ത് നീയും കാണും. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണേലും എവിടെ, ജീവിക്കാനാണേലും ഒരുമിച്ച്. അപ്പൊ പറയടി ചന്ദ്രികേ, കറക്റ്റ് ചവിട്ടും. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് എത്ര വട്ടം മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഇവള് പറയണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ പിരിഞ്ഞാല് ഇവള് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്, എന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്. ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. അറിയാതെ ചെയ്തു ഒരു തെറ്റിന്റെ പേരില് പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായി കാണാൻ എനിക്ക് സൗകര്യമില്ല. ഇനി എല്ലാരോടും മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഇവളെ കൊണ്ട് പോകുന്നു. കാനന ചായല ആട് വെക്കാൻ ഞാൻ ചന്ദ്രയെ കൊണ്ട് പോകുക. ഞാൻ പോകുന്നു. ബൈ ബൈ. ഞാൻ 4th ഇയർ. നാട് പെരുമ്പാവൂര്. പാട്ട് പാടും ഡാൻസും ചെയ്യൂല്ലേ? തൽക്കാലം പാട്ട് ഒരെണ്ണം. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമാകിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, എന്നിലലിയാൻ മഞ്ഞു മഴയായി മറന്നുപോയി വാക്കിട്ട്. ഈ പാട്ട് ഏത് യേശിപ്പടത്തില് ഏത് യേശി പാടിയത്? റെഡി ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോളെ ചന്ദ്രികയെ, നീ എന്നതാ വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഞാൻ കയറി കെട്ടി തൂങ്ങി കിടന്ന് ആടുമെന്നോ? അതൊക്കെ പണ്ട്. ഇപ്പൊ അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തിൽ കയറ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റേരുന്ന് നീയും കാണും മോളെ. അതൊരു വല്ലാത്ത മോളെ വിളിയായി പോയി. നീ എന്ത് കണ്ടിട്ടൊരുമ്പട്ടിറങ്ങി പുറപ്പെട്ടതാടി? ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. ആ പക്ഷേ ഇവള് പറയണം ചവിട്ടും കർട്ടനിട് ചവിട്ടും ഞാനെന്ത് ചവിട്ടും ഞാൻ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചവിട്ടും ഞാൻ. പക്ഷെ ഇവള് പറയണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവളെ നീ എന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന്, ഞാൻ പിരിഞ്ഞു പോയാലും ഇവള് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് ഇവള് പറയില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അത് എത്ര പേരുടെ മുമ്പിൽ പറയാനും ഞാൻ തയ്യാറാ. എന്ത് തെറ്റ് ചെയ്തെന്നോ? ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്, അമ്മ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാ. അറിഞ്ഞോണ്ട് ചെയ്തിട്ടല്ല. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. എടി ചന്ദ്രികേ, കാനന ചാലയിൽ കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. കാനന ചായയിൽ ഒരു ചായ എടുക്കട്ടെ. ഈ നെട്ടൂരാണോ കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാൻ നിന്നെയും അതിന് മുമ്പ് നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എടി ചന്ദ്രികേ, കാനന ചാലയിൽ ആട് മേയ്ക്കാൻ ഒരുമിച്ച് പറയാം. ഒരുമിച്ച് ഞാനും വേണം. വേണം. എടി ചന്ദ്രികേ,
കാരണ ചായയിൽ ആട് മേയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ട് പോവാണ്. എല്ലാവരും എന്നോട് ക്ഷമിച്ചിട്ട് ചൂപ്പാട് നോക്കുക. രക്ഷപ്പെട്ടോ? ഓക്കെ. ഹലോ, എന്താണ് പേര്? ഷെബിൻ. ഷെബിൻ. ഷെബിൻ ഏത് ഇയറായി ഇപ്പോൾ? ഞാൻ 3rd ഇയർ. നാട് എവിടെയാണ്? തൊടുപുഴ. തൊടുപുഴ. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ആക്ടിങ് തുടങ്ങാം. മൈക്കാൻ പിടിക്കണോ അതോ? പിടിച്ചോ. അപ്പോൾ റെഡി, ക്യാമറ, ആക്ഷൻ. അല്ല, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എടി ചങ്ങനാശ്ശേരിക്കാരൻ അച്ചായന്റെ മോള് ചന്ദ്രികയെ. എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രികയെ നീ എന്താടി വിചാരിച്ചേ? ഒരു താമസം ഇപ്പൊ പറയാം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടി തൂങ്ങി ആടുമെന്നോ? അതൊക്കെ അങ്ങ് പണ്ട്. ഈ കഴുത്തിന്റെ അറ്റത്ത് ഒരു കുറുക്കനല്ല, ഒരു കുറുക്കൻ വന്നിരുന്നാലോ? മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്, എനിക്കിപ്പോ ബോധ്യായി. ഈ കഴുത്തിന്റെ അറ്റത്തൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാകും. ചാവാനാണെങ്കിലും ശരി, ജീവിക്കാനാണെങ്കിലും. എവിടെ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. എടി ചന്ദ്രികെ, നീ പറ, ചാവണോ അതോ ജീവിക്കണോ? കട്ടനിട്ടാ ചവിട്ടും ഞാൻ. അത് കഴിഞ്ഞിട്ട് പറയാവേ. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. നേരത്തെ കാണിച്ചത് ഏക മുദ്ര, നേരത്തെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര. ഇവള് പറയട്ടെ, ഞാൻ ഇവിടെ സ്നേഹിച്ചിട്ടില്ലാന്ന്. എന്നെ പിരിഞ്ഞ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. ജീവിക്കില്ല, ഉറപ്പല്ലേ? ചെയർപേഴ്സാ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചു വെച്ച പോലെ പഠിച്ചതാ, മറന്നുപോയി. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കം പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ. പക്ഷെ ഇവള് പറയണം. കണ്ടോ, ഇവളെ കൊണ്ട് പറയാൻ പറ്റിയല്ല. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അത് ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന് പ്രണയിച്ച പെണ്ണിനെ സഹോദരിയെ ക്ഷമിക്കണം. മര്യാദ വേണ്ടടാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അറിയാതെ ചെയ്തു പോയ തെറ്റിന് സ്നേഹിച്ച പെണ്ണിനെ ഒരു അരിയത്തിയെ പോലെ കാണാൻ എനിക്ക് വയ്യ, സഹോദരിയെ പോലെ കാണാൻ എനിക്ക് വയ്യ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം ചൈനാട് വെക്കാൻ ഞാൻ പോവാ. അത്രയല്ലേ ഉള്ളൂ. അല്ല എടി ചന്ദ്രികെ, കാരണം ചൈനാട് വെക്കാൻ നീ വരുന്നു എന്റെ കൂടെ. അങ്ങനല്ലേ? അതല്ലേ ഞാൻ ഇവളെ കൊണ്ട് പോവാ. ഞാൻ ഇവളെ കൊണ്ട് പോയി. പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. എന്താ പേര്? എന്റെ പേര് എമിൽ. സെക്രട്ടറി ആണോ? ആർട്ട് സെക്രട്ടറി ആണോ? അത് ശരി. അപ്പൊ നിന്നെ ആദ്യം ഞാൻ വിളിച്ചതല്ലേ തുടക്കത്തില്? വേണ്ടായിരുന്നു. കറക്റ്റ് പേരെന്തായിരുന്നു? എമിൽ. എമിൽ. എവിടെയാണ് നാട്? ഞാൻ കോതങ്ങളിൽ. ഇപ്പൊ ഏത് ഇയറായി? ഞാൻ ഇപ്പൊ 2nd ഇയർ കഴിയാറായി. പിടിച്ചോട്ടെ. വൈഡ് ആംഗിൾ ഒന്ന് പ്രൊജക്ട് ചെയ്തേക്കണേ. ഇടി ചങ്ങനാശ്ശേരി മത്തായിച്ചന്റെ മോള് ചന്ദ്രികേ, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഞാൻ അങ്ങ് ഈ രമണ അങ്ങ് കെട്ടിത്തൂങ്ങി ആടുമെന്നോ? അതൊക്കെ പണ്ട്. എടി, എന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീണുണ്ടെങ്കിൽ അതിന്റെ മറ്ററ്റത്ത് നീ ഉണ്ടാകൂടി. അതിപ്പോ ജീവിക്കാനാണേലും അതിപ്പോ ചാവാനാണേലും ഒരുമിച്ച്, ജീവിക്കാനാണേലും എവിടെ ജീവിക്കാനാണേലും. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട്. എടി ചന്ദ്രികെ, നീ പറ, നിനക്ക് ജീവിക്കണോ അതോ ചാവണോ? കാർട്ടിനിട്ടാ ചവിട്ടും ഞാൻ. ഞാനിവിടെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ വിട്ടു പിരിഞ്ഞാലും ഇവള് സന്തോഷമായിട്ടിരിക്കുമെന്ന്. ഇവൾക്കത് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതിന്റെ പേരിൽ എത്ര വട്ടം വേണമെങ്കിലും മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷെ അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഈ ഞാൻ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടി, കാനന ചായയിൽ ആട് വയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ട് പോവുകയാണ്. കുറച്ച് ഡയലോഗ് ഉണ്ട്. അല്ല, അതെ ആണോ? അതെ. എന്നാ ഓക്കെ, ശരി. ക്ഷമിക്കും മാത്തച്ഛാ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പേരെന്താണ്? ദിൽന. ഡെൽന. ഡെൽന കുറച്ചൊന്ന്. ഡിൽന. അപ്പോ ഇവിടെ ഏത് ഇയറായി? 4th ഇയർ. നാട് എവിടെയാണ്? ഇടുക്കി. എടി ചാലക്കുടി. ചാലക്കുടി. ആഹാ, ചാലക്കുടിക്കാരിയാക്കിയ. അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്. എടി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ എന്തോ ഒരു കഥയുണ്ടല്ലോ. ഇതിൽ ഉറപ്പാണോ?
ചങ്ങനാശ്ശേരി മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ നീ എന്താടി വിചാരിച്ചേ? ഗുഡ് ബൈ പറഞ്ഞ് പോയാ ഞാനിങ്ങ് പോകുന്നോ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. നീ വിചാരിച്ച കെട്ടിത്തൂക്കി ചാകുമെന്ന്? ഒരറ്റത്താ എന്തിന്റെ? കയറിന്റെ. ഒരൊറ്റ കയറിന്റെ അറ്റത്ത് നീ ആണെങ്കിൽ എന്താ ഉല്ലാസയാത്ര പോകണോ കയറിന്റെ അറ്റത്ത് പിടിച്ചോണ്ട്? ഞാനാണെങ്കിൽ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രികയെ നീ എന്താ വിചാരിച്ചേ? ഞാൻ ഗുഡ് ബൈ പറഞ്ഞു പോകുമെന്നോ? നീ ഗുഡ് ബൈ പറഞ്ഞ? നീ വിചാരിച്ചോ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു പോയെന്ന്? സത്യത്തിൽ ഇപ്പൊ താക്കോൽ ഒരു കയറിന്റെ അറ്റത്ത് കുരുക്കന്റെ കഴുത്തിലുണ്ടെങ്കിലും മറ്റേ അറ്റത്ത് കുരുക്ക് നിന്റെ കഴുത്തിലുണ്ടാവും. എവിടെയോ എന്തോ ഒരു തകരാറ്. എന്റെ കർത്താവേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റടാ. ചാവാനാണേലും ഒരുമിച്ച്, മരിക്കാനാണേലും ഒരുമിച്ച്. എന്റെ പള്ളി, അത് ഏത് വാക്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചാവാനാണേലും ഒരുമിച്ച്, ജീവിക്കാനാണേലും ഒരുമിച്ച്. പറയടി ചന്ദ്രികേ. കട്ടണം കിട്ടെ. കട്ടനിട്ട് ചവിട്ടും ഞാൻ. അയ്യോ, അത് മാത്രം കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ശരി, അത് പറഞ്ഞു കൊടുത്തു. നീ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നതല്ലേ? ഞാനൊരു തെറ്റ് ചെയ്തു. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സ്നേഹിച്ചു എന്ന തെറ്റാണ് ഞാൻ ചെയ്തത്. എന്റെ പള്ളി, ആഞ്ജനേയ സ്വാമി. സ്വന്തം ജീവിതത്തിലെ കഥകളല്ല പറഞ്ഞ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ പറഞ്ഞു കൊടുത്ത നോക്കണം. അതെങ്കിലും മാപ്പ് ചോദിക്കാൻ ഞാൻ എത്ര തവണ ഞാൻ ഒരു തെറ്റ് ചെയ്തു. ഞാൻ എത്ര മാപ്പ് വെള്ളം ചോദിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ പറയണ എല്ലാവരും ഫ്രണ്ട് വെച്ച് പറഞ്ഞുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാ. സഹോദരി എന്തോ അങ്ങനെ എന്തൊരു സാധനം ഇല്ലേ? അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. നീ പോയേ പോ. ഒരു പരിധിയില്ലേ? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? എന്താ മക്കളുടെ പേര്? സ്നേഹ. പിന്നെ എവിടെയാണ്? കൊല്ലത്തെവിടെ? ഓക്കെ. ഇവിടെ ഏത് ഇയറായി? തേർഡ് ഇയർ. അപ്പൊ തുടങ്ങല്ല. റെഡി, ആക്ഷൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോൾ ചന്ദ്രികെ നീ എന്താടി വിചാരിച്ചേ? നീ ഒരു ഗുഡ് ബൈ പറഞ്ഞു പോയാ ഞാനിവിടെ കെട്ടി തൂങ്ങി കിടന്ന് ആടുവന്നോ? അതൊക്കെ പണ്ട്. ഈ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും. കേട്ടോടി ചന്ദ്രികെ, ചാകാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്. പറയടി ചന്ദ്രികെ, നിനക്ക് ചാകണോ അതോ ജീവിക്കണോ? കട്ടനിട്ട ചവിട്ടും ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇവള് പറയണം ഇവളെന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഇത്രയും പേരെ മുമ്പിച്ച് ഇവള് പറയണം ഞാൻ ഇല്ലെങ്കിലും ഇവള് സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. അവള് പറയില്ല. ഞാനൊരു തെറ്റ് ചെയ്ത തെറ്റിന്റെ പേര് എത്ര മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. പക്ഷെ അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേര് പ്രേമിച്ച പെണ്ണെ സഹോദരിയായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. കേട്ടോടി ചന്ദ്രികയെ, കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോവാ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. പേരെന്താണ്? എൽസ. എവിടെ നാട്? ഇവിടെ ഏരിയറായി. ഇവിടെ തേർഡ് ഇയർ. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, ആക്ഷൻ. ചങ്ങനാശ്ശേരി മാത്തച്ചായന്റെ മോള് ചന്ദ്രിക. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് കളിയാക്കരുന്നു. ഇനി മേലും കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ. നീ എന്നതാടി പറഞ്ഞേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണം കെട്ടി തൂങ്ങി ചാകുമെന്നോ? അതൊക്കെ അങ്ങ് പണ്ട്. ഈ കഴുത്തിൽ ഒരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ കുരുക്കില് നീ ഉണ്ടാവും. അതിപ്പോ ചാവാനാണേലും അല്ലെങ്കിൽ ജീവിക്കാനാണേലും. എവിടുന്ന് ചാവാനാണേലും പറയടി ചന്ദ്രികെ, നിനക്ക് ചാവണോ അതോ ജീവിക്കണോ? കട്ടനിട്ട് ചവിട്ടി ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റിന് എത്ര മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോ ചന്ദ്രികെ, നീ ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഞാൻ എന്നെ വിട്ട് പിരിഞ്ഞാലും നീ സന്തോഷമായിട്ട് ജീവിക്കൂന്ന്. കണ്ടോ,
അവളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കാം. ഗാനനച്ചായയിൽ ആട് മേയ്ക്കാൻ നിന്നെ അങ്ങോട്ട് ഞാൻ അങ്ങ് പോവാ. കൊള്ളാം സംഭവം കൊള്ളാം, അടിപൊളി. സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നാച്ചിപ്പോ. യെസ്. അപ്പോൾ എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ചിലർക്കൊക്കെ തെറ്റിയെങ്കിൽ അതിനെ വളരെ രസകരമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് പ്രൈസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുറച്ച് പേർക്ക് കൊടുക്കുകയാണ് എന്ന് കരുതി പ്രൈസ് കിട്ടാത്തവർ ചെറുതായി ചെയ്തു അല്ലെങ്കിൽ അവർക്ക് താഴെയാണെന്നൊന്നുമില്ല. വളരെ മൈന്യൂട്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിവരെ ഈ പ്രൈസ് കിട്ടുന്നവരെ, അതിൽ ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമില്ല, കുറച്ച് പേരെ ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ മിസ്റ്റർ എമിലിനെ വിളിക്കുന്നു. എമിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആക്ട് ചെയ്തു. ആർട്സിൻ്റെ സെക്രട്ടറിയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വളരെ യോജിച്ചൊരു പദവി തന്നെയാണ് എല്ലാവരും കൂടെ ചേർന്ന് തന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു ആക്ടറായിട്ട് വരട്ടെ. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം, അത് 2 ഉണ്ട്, ഒരെണ്ണം ഞാനിങ്ങ് എടുക്കുകയാണ്. ഓക്കെ. പിന്നെ LGO CP ബാത്റൂംസ് ആൻഡ് ഫിറ്റിങ്സ് നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. അടുത്തത് വളരെ മനോഹരമായിട്ട് തന്നെ വന്ന് ഇവിടെ സ്പേസൊക്കെ മാക്സിമം യൂസ് ചെയ്ത് ആക്ട് ചെയ്ത ഒരു ലേഡിയാണ് വിളിക്കുന്നത്. ആരാണ്? എൽസ. വളരെ രസകരമായിരുന്നു, മനോഹരമായി തന്നെ ആക്ട് ചെയ്തു. അപ്പം ആദ്യം തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ അമ്മയുടെ സ്നേഹം പോലെ നമ്മുടെ മുടിയുടെ ശക്തിക്ക് വേണ്ടിയിട്ട്, മുടി ഇഴകളുടെ ശക്തിക്കും സ്നേഹത്തിനും വേണ്ടിയിട്ട് ആമി ഹെയർ ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു ബിൻസി. പക്ഷെ വാവ് കാണിച്ചില്ലേ ബിൻസി? കാണിച്ചില്ലേ? ഞെട്ടിയതായിരുന്നത്. ഓക്കെ. ബിൻസി ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ നമ്മുടെ പ്രകൃതിയുടെ അടുത്ത് നിൽക്കുന്ന പ്രീമിയം ബനാന ചിപ്സിൻ്റെ വക ഒരു ഗിഫ്റ്റ്. അടുത്ത ഞാൻ വിളിക്കുന്നു സൂസന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ സ്കിന്നിന് യാതൊരുവിധ പ്രോബ്ലവും വരാത്ത, കെമിക്കൽ ആഡ് ചെയ്യാത്ത ഡോക്ടേഴ്സ്, അതായത് ആയുർവേദ ഡോക്ടേഴ്സ് തയ്യാറാക്കുന്ന അല്ലൂർ എലിക്സിറിൻ്റെ ആയുർവേദ പ്രൊഡക്റ്റാണ്. വളരെ മനോഹരമായ പ്രൊഡക്റ്റാണ്. കൺഗ്രാറ്റ്സ്. യെസ്. ഇനി വിളിക്കുന്നു റിയോണ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഭയങ്കര രസകരമായിട്ടാണ് കേട്ടോ പെർഫോം ചെയ്തതൊക്കെ. സ്ക്രിപ്റ്റൊക്കെ അല്ലേ രസകരമായിട്ട് പറഞ്ഞില്ലേ? ഇത് വെസ്റ്റേണിൻ്റെ ഒരു ഫുഡ് പ്രൊഡക്റ്റാണ്. വെസ്റ്റേൺ ദ ടേസ്റ്റ് ഓഫ് സ്പൈസസ് ആൻഡ് ഫുഡ്സ് നൽകുന്ന ഒരു വെസ്റ്റേണിൻ്റെ മനോഹരമായ പ്രോഡക്റ്റാണ്. കണ്ടില്ല? ഇനി നമ്മുടെ ഈ ഷോ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം വളരെ ഗട്ട്സായിട്ട് വന്ന് അവതരിപ്പിച്ച ആരാണ്? വരൂ. റം ഹംദിൽ വെറൈറ്റി നാമധേയനാണ്. വളരെ മനോഹരമായ, എന്താണ്, ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എനർജിയുടെ കൂടുതൽ എനർജി, നല്ല എനർജിയുള്ള മനുഷ്യനാണെങ്കിലും കൂടുതൽ എനർജിക്ക് വേണ്ടി പ്രീമിയം എനർജി ഡ്രിങ്കാണ് തരാൻ പോകുന്നത്. ഇത് യൂത്തിനൊക്കെ ഒരു പവറിനെ കൂടുതലാക്കും. ബ്ലാക്ക് സിംബ നൽകുന്ന എനർജി ഡ്രിങ്ക്. ഇനി വിളിക്കുന്നു സ്മിതയൊക്കെ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. സ്മിതയ്ക്കും കുറച്ച് എനർജിയുടെ കൂടെ ആവശ്യമുണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാം ടീം പറഞ്ഞു. സോ എനർജി ഡ്രിങ്ക് തന്നെ തരാം. ബ്ലാക്ക് സിംബ നൽകുന്ന ഒരു പ്രീമിയം എനർജി ഡ്രിങ്കാണ്. ഓക്കെ. നമുക്ക് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച 2 പേരെ ഞാൻ വിളിക്കുകയാണ്. ഭിന്നയും ദിൽനയും. വരും. അപ്പോൾ ഇവർ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച 2 പേരാണ്. ഇവരൊക്കെ അല്ലേ, എല്ലാവരും ചിരിച്ചില്ലേ? അപ്പോൾ അവർക്ക് നമ്മളൊന്ന് ഒരു ഒരു പ്രചോദനം എന്ന രീതിയിൽ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഉപഹാരം കൊടുക്കുകയാണ്. ഓക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ. മാർ ബസേലിയസ് കോളേജ് ഓഫ് നഴ്സിംഗിലായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളും.
വളരെ മനോഹരമായി കുട്ടികളെന്താണ് ഫുൾ എനർജിയാണ്, എനർജി ഡ്രിങ്ക് കൊടുക്കാതെ പോലും ഫുൾ എനർജിയിലായിരുന്നു. ഒരുപാട് പേര് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തു കളഞ്ഞു. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് ടൈം ഓവറായി. അടുത്ത കോളേജിൽ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.